വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കടയിൽ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും വിപ്പിംഗ് ക്രീം കിട്ടിക്കോളണമെന്നല്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഈ 1/2 കപ്പ് പാലിലോട്ട് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ മൈദപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടിയും ചേർത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടെ നല്ലപോലെ ഒരു പാനിലിട്ടിട്ട് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അടിയിൽ പിടിച്ചിട്ട് പോവും. അത് കാരണമാണ്. അപ്പോൾ നല്ലപോലെ അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പിലോട്ട് അത് മാറ്റാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അത് നല്ലപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അത് പെട്ടെന്ന് നമുക്ക് തിക്കായിട്ട് കിട്ടും. അതിന് ഫ്ലെയിം കൂട്ടിയിടുക എന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാല് നിൽക്കേണ്ടത്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാല് മുഴുവൻ കുറുകിയിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിലായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുക. കുറച്ച് നേരം തണുപ്പിച്ചെടുത്താൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ ഞാനിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയ ശേഷം കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചു. അതിനുശേഷം ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടർ 100 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിനെടുത്തേക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് നെയ്യ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡാൽഡ എടുത്താലും മതി. അത് കുറച്ച് നേരം ഈ ഒരു 1/2 കപ്പ് ഡാൽഡ അല്ലെങ്കിൽ നെയ്യോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. 1/2 കപ്പ് അളവിലാണ് നെയ്യാണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടത്. ഡാൽഡ ആണെങ്കിലും സെയിം അളവിലെടുക്കുക. ബട്ടർ ഞാനിപ്പോൾ 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്തിട്ടുണ്ട്. അതിനി ഞാൻ ബീറ്റർ വെച്ചിട്ട് വളരെ ലോ സ്പീഡിലൊന്ന് അടിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നെയ്യാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെയ്യ് ഇതേപോലെ ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ തണുപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ തന്നെ ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവും. ഇതേപോലെ നല്ലപോലെ അലിഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബട്ടർ ഇപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇത് ബീറ്റ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം. കുറച്ചും കൂടെ ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊരു 10 മിനിറ്റും കൂടെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ്. അതൊന്നും കൂടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലിൻ്റെയും ആ ഒരു മൈദയുടെയും മിക്സ് ഓരോ ടീസ്പൂൺ വീതം ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫോർക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിലും നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ എടുക്കും നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ. അല്ല നമ്മൾ എഗ് ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഓരോ ടീസ്പൂൺ ഇട്ടിട്ട് അത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടില്ല. ഞാൻ ആ ഒരു പാലിൻ്റെ മിക്സ് മുഴുവൻ ചേർത്തിട്ട് ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ കറക്റ്റായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ചേർത്തിട്ട് ഇത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടും എടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനും ഐസിങ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്.
നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ ഒരു നല്ല വിപ്പിംഗ് ക്രീം വാങ്ങുകയെന്നുണ്ടെങ്കിൽ 250 രൂപ വരെ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വെറും 100 രൂപയിൽ നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്രീം വെച്ചിട്ട് ഡിസൈൻസൊക്കെ വരച്ച് കാണിച്ചു തരാം. ഒരു ഇച്ചിരി ഓഫ് വൈറ്റ് ആയിരിക്കും ഇതിൻ്റെ കളർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുന്ന സമയം നമ്മൾ എല്ലാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കരുത്. നമുക്ക് ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഇത് വെച്ചിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.